IPL മത്സരങ്ങളും അല്ലെങ്കിൽ രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ അങ്ങനെ കുറേ അല്ലേ ഈ IPL-ന്റെ ഇടയിലുമൊക്കെ ഈ അസ്വാരസ്യങ്ങൾ, സൗന്ദര്യ പിണക്കങ്ങൾ പോലെയൊക്കെ താരങ്ങൾക്കിടയിലൊക്കെ പലതും വന്നു പോയിട്ടുണ്ട്. രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോൾ രോഹിത്തിന് കൃത്യമായി ടീമിനെ നയിക്കാൻ കഴിയുന്നുണ്ടോ, അതോ മറ്റൊരു പവർ ഹൗസായി വിരാട് കോഹ്ലി അവിടെ നിൽക്കുന്നു, അങ്ങനെ പല ഇത് പൂർണ്ണമായും പലതും ശരിയാകണമെന്നില്ല, പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷേ ഒരു നിർണായക മത്സരത്തിൽ അങ്ങനെയുള്ള ഒരു ഇഷ്യൂസും കളിക്കാർ തമ്മിലുള്ള ഒരു ഇഷ്യൂസും ഇല്ലാതെ ഹാർദിക് പാണ്ഡ്യയെ തന്നെ അവസാന പന്ത് എറിയിപ്പിക്കാൻ രോഹിത് ശർമ്മ തീരുമാനിക്കുന്നതും ഒക്കെ ഒരു ടീം എന്ന നിലയിൽ മറ്റെന്തൊക്കെ ഘടകങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ, ഒരു കപ്പടിക്കാനുള്ള പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ ആ 11 പേര് നമ്മൾ ഒറ്റ ടീമാണ്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഗൗതം ഗംഭീറിൻ്റെ വളരെ പഴയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് 2011 ലോകകപ്പിൽ സച്ചിൻ പുറത്തു പോയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിരുന്നോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗംഭീർ പറയുന്നത്, ഇല്ല സാർ, എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരുന്നില്ല സാർ, അത് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുമെന്ന്. കാരണം വളരെ ഗംഭീറൊക്കെ അന്ന് നമുക്കറിയാം എങ്ങനെയാണ് പ്രകടനങ്ങൾ നടത്തിയതെന്ന്. അപ്പോൾ ഒരു ടീം, അത് ആളുകൾ പലരാകാം, പല വ്യത്യാസങ്ങൾ ഇരുവർക്കും ഇടയിലുണ്ടാകാം, അഭിപ്രായങ്ങളുണ്ടാകാം, പക്ഷേ ഒരു ടീം എങ്ങനെ ഒരുമയോടെ കളിക്കണം, നിർണായക ഘട്ടങ്ങളിൽ ആരെയൊക്കെ ചുമതലകൾ ഏൽപ്പിക്കണം എന്നൊക്കെ വളരെ വൃത്തിയായി കൂടി രോഹിത് ശർമ്മ ഒരുപക്ഷെ ഒരു അണ്ടർ റേറ്റഡ് ക്യാപ്റ്റനായി ചിലപ്പോൾ വേണമെങ്കിൽ അല്ലേ ഇതുവരെയുള്ള ഇതിൽ പറയാം. പക്ഷേ ആ അണ്ടർ റേറ്റഡ് എന്ന് മാറ്റി അദ്ദേഹം കൃത്യമായി റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നായകനായി മാറുകയാണ് അല്ലേ രജിത്? തീർച്ചയായിട്ടും. നോക്കൂ, ഈ മത്സരം പരാജയപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഒരുപക്ഷെ അക്സർ പട്ടേലിന് പന്തേൽപ്പിച്ച ആ ഒരു ഓവറായിരിക്കും. 20-ലേറെ റൺസ് വരുന്നു. പക്ഷെ അതിനുശേഷം പാണ്ഡ്യയെ കൊണ്ടുവന്ന തീരുമാനം നോക്കൂ, വളരെ കൃത്യമായ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ അവിടെ നിന്ന് സമ്മാനിക്കുന്നത് പാണ്ഡ്യയാണ്. അപ്പോൾ നമുക്കൊന്ന് പിറകോട്ട് പോയി നോക്കാം. 2003 ലോകകപ്പിൽ ഫൈനലിൽ ടോസിൻ്റെ ഭാഗ്യം ഇന്ത്യക്കായിരുന്നു. അന്ന് സൗരവ് ഗാംഗുലി ആദ്യം ഫീൽഡ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യ വലിയ രീതിയിൽ പരാജയപ്പെടുന്നു. സൗരവ് ഗാംഗുലിയുടെ അഭിപ്രായം അല്ലെങ്കിൽ അന്നത്തെ തീരുമാനം വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നു. അന്ന് സൗരവ് ഗാംഗുലി അല്ലെങ്കിൽ സൗരവ് ഗാംഗുലിക്ക് വേണ്ടി പറഞ്ഞവരെല്ലാം അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൻ്റെ അന്ന് ടീമിലുണ്ടായിരുന്ന ബൗളർമാരെക്കാൾ കൂടുതൽ വിശ്വാസം അന്ന് ബാറ്റ്സ്മാൻമാരിലുണ്ടായിരുന്നു. അതായത് ഒരുപക്ഷെ ബൗളർമാർ പരാജയപ്പെട്ടാൽ പോലും ബാറ്റർമാർ. ഓർമ്മയുണ്ടോ, അന്ന് സച്ചിൻ ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. 4 അടിക്കുമ്പോൾ എല്ലാവരും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളെല്ലാവരും സച്ചിൻ തുടങ്ങിയല്ലോ എന്നാണ്. പക്ഷേ ഉടനെ സച്ചിൻ പുറത്തു പോയോടുകൂടി തീർന്നു. സച്ചിൻ പുറത്തു പോകുന്നതോടുകൂടി തീരുമായിരുന്നു. അവിടെയാണ് ചോദിച്ചത്, അങ്ങനെ ഒരാൾ പുറത്തു പോകുമ്പോഴേക്കും പ്രതീക്ഷകളൊക്കെ തീരുന്ന ഒരു ടീമിൽ നിന്നാണ് ഇന്ത്യ മാറിയത്. കാരണം ആര് പോയാലും ഇനി വരുന്നവർ ഒന്ന് മരണക്കളി കളിക്കും, അല്ലെങ്കിൽ ജയിക്കാൻ ആഞ്ഞ് ശ്രമിക്കുമെന്നൊരു അങ്ങനെ ഒരു ടീമായി ഇന്ത്യ മാറി എന്നതാണ്. അതായത് 11-ാമനിൽ വരെ നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന തരത്തിലൊരു, അത് 1-2 വർഷം കൊണ്ട് സംഭവിച്ചല്ല, ഒരു നീണ്ട പ്രോസസ്സായിരുന്നു. അത് ഗാംഗുലിയൊക്കെ തുടങ്ങി, ധോണിയിലൂടെയൊക്കെ തുടങ്ങി എത്തിയതാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആ ലോകകപ്പിൽ തന്നെ ഉടനീളം നമ്മൾ സച്ചിനിൽ ഏറ്റവും വലിയ പ്രതീക്ഷ വയ്ക്കാൻ പോലും കാരണം ആ ടൂർണമെൻറ്റിലുടനീളം സച്ചിൻ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് മറക്കാൻ കഴിയാത്ത മത്സരങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള മത്സരങ്ങളൊക്കെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2007 ലോകകപ്പ് എത്തുമ്പോൾ ഇതേ വെസ്റ്റ് ഇൻഡീസിലാണ് അന്ന് 2007 ഏകദിന ലോകകപ്പ് നടക്കുന്നത്. ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യ പുറത്താകുന്നു. അതിനുശേഷം അതേ വർഷം തന്നെയാണ് 2007 പ്രഥമ T20 ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ അന്ന് ധോണിക്ക് ലഭിച്ച ടീം എന്ന് പറയുന്ന ഒരു യുവനിരയായിരുന്നു. അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കൂ, ഓരോ പ്ലെയേഴ്സിനും ഓരോ മത്സരങ്ങളിലും ഓരോ പ്ലെയേഴ്സ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ടീമിനെ ചുമലിലേറ്റി മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ ബോൾ ഔട്ട് വന്ന ഘട്ടത്തിൽ പോലും അന്നെടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം വിശ്വാസ്യത ഉള്ളതായിരുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ താരങ്ങളെയും വിശ്വസിച്ചേൽപ്പിക്കാവുന്ന രീതിയിൽ ആ രീതിയിലുള്ള മികവിലേക്ക് ഇന്ത്യ വന്നു. അതല്ലെങ്കിൽ സച്ചിനോ അല്ലെങ്കിൽ ഗാംഗുലി, ദ്രാവിഡ്, സെവാഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോ 3-4 താരങ്ങളിൽ നിൽക്കാതെ എല്ലാ താരങ്ങളിലേക്കും, ദിവിഷ് പറഞ്ഞതുപോലെ തന്നെയാണ്, എല്ലാ താരങ്ങളിലേക്കും വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാവുന്ന രീതിയിലേക്ക് ടീം ഇന്ത്യ വളർന്നിട്ടുണ്ട്. ഇനി നമുക്കൊരാളെ മാറ്റണമെങ്കിൽ പോലും നിരവധി താരങ്ങൾ അവസരം കാത്ത് പുറത്ത് നിൽക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ കഴിവുള്ള താരങ്ങൾ. ഇപ്പോൾ IPL-ഒക്കെ വന്നതിൻ്റെ ഒരു ഗുണപരമായ വശം കൂടി അതാണ്. അതായത് നിരവധി താരങ്ങളെ നമുക്ക് തന്നെ അറിയാവുന്ന രീതിയിലേക്ക് താരങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കുറേ കൂടി സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടീം സെലക്ഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ കമ്മിറ്റിക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനം പോലും അല്ലാതായി മാറിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെയുള്ള
ഒരു കുറച്ച് അധികം നാളുകളെടുത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് നേടിയെടുത്തിട്ടുള്ള ഒരു വളർച്ച തന്നെയാണത്. അത് ഈ ലോകകപ്പിലും ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലോകകപ്പ് തുടങ്ങുമ്പോൾ ഇയാളെ ടീമിൽ ഇന്ന സ്ഥാനത്ത് നമുക്ക് ഉൾപ്പെടുത്തണമായിരുന്നു. ഇപ്പോൾ സഞ്ജുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ശിവൻ ദുബെ പരാജയപ്പെടുമ്പോൾ നമുക്ക് സഞ്ജുവിനെ കൊണ്ടുവരാമല്ലോ. അപ്പം പക്ഷേ വിന്നിംഗ് കോമ്പിനേഷനിലൊന്നും വലിയ മാറ്റം വരുത്താൻ പോലും ടീം മാനേജ്മെൻറ്റ് മുതിരാതെ തന്നെ ഒരേ ടീമിൽ തന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓരോ താരങ്ങൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി കൊടുത്തു. അത് വളരെ കൃത്യമായ ആ താരങ്ങൾ കളിക്കളത്തിൽ നടപ്പാക്കുന്നു. അതിൻ്റെ എല്ലാം ഗുണം ഇന്ത്യക്ക് ഈ ലോകകപ്പിലുടനീളം ലഭിച്ചിട്ടുമുണ്ട്. ഒരു മത്സരം പോലും തോൽക്കാതെ, അതായത് ദക്ഷിണാഫ്രിക്കയുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ വിജയങ്ങൾ ഏറെക്കുറെ ആധികാരികമായിരുന്നു. ഇപ്പം നേപ്പാളിനെതിരെ പോലും ദക്ഷിണാഫ്രിക്ക വലിയ ചെറിയ സ്കോറിനാണ്, 1 റൺസിനൊക്കെയാണ് ജയിച്ചു വരുന്നത്. ഇന്ത്യയുടെ പ്രകടനം അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാനെതിരെ ശക്തമായൊരു മത്സരം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ മിക്ക മത്സരങ്ങളിലും ഇന്ത്യയുടെ വിജയം ഏറെക്കുറെ ആധികാരികവുമായിരുന്നു. ആ നിലയ്ക്ക് പ്രത്യേകിച്ച് ഇപ്പം USA കളിക്കുമ്പോൾ വളരെ അപകടകരമായ ഒരു പിച്ചിലാണ് ഇന്ത്യ നേരിട്ടത്. ഡ്രോപ്പ് ഇൻ പിച്ചായിരുന്നു. അവിടെ പന്ത് അപകടകരമായ രീതിയിൽ ബൗൺസ് ചെയ്യുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം വെസ്റ്റ് ഇൻഡീസിലേക്ക് പോയാലും ഇന്ത്യക്ക് അത്രയും പരിചിതമായ ഒരു പിച്ച് പോലും അല്ല. പക്ഷേ അവിടെ ഇന്ത്യ വളരെ കൃത്യമായി സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ താരങ്ങൾക്ക് കഴിയുന്നു. അതിൻ്റെ എല്ലാം നേട്ടം ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുമുണ്ട്.